JRCM ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായ RCMൻ്റെ ഹെഡ് ഓഫീസായിട്ടുള്ള RCM വേൾഡിലാണ് ഞാനുള്ളത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് RCM വേൾഡിലേക്ക് കേരളത്തിൽ നിന്ന് പല ട്രെയിനുകളും ഫ്ലൈറ്റുകളിലുമൊക്കെ ആയി വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 1000-ഓളം ഏക്കർ വരുന്ന RCM വേൾഡിൻ്റെ ഹെഡ് ഓഫീസാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് താമസിക്കാനും ഒന്നിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഫുഡ് കോർട്ടുകൾ മുതൽ എല്ലാ സംവിധാനവും ഏകദേശം ഒരു 5000-ഓളം ആൾക്ക് ഒരേ സമയത്ത് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ ഓരോ പ്രൊഡക്റ്റുകളും മാനുഫാക്ചറിങ് ചെയ്യുന്ന യൂണിറ്റുകൾ ഇന്ന് വിൽവാരയിൽ പല സ്ഥലത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പല സെഗ്മെൻറ്റുകളിലായിട്ട് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളുണ്ട്. ഗുഡ്ഡോട്ടിൻ്റെ ഒരു ലൈവ് ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത്. JRCM സാർ, നമ്മുടെ രാജകുമാരൻ സാറ് പാലക്കാട്ട് നിന്ന് എത്തിയിട്ടുണ്ട്. സാറേ JRCM ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ. ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന വലിയ ഡൈനിങ് ഹാളാണ് കാണുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹാൾ. JRCM ഇത് എവിടെയായിരുന്നു ഇതുവരെ ഹോള് സ്റ്റാർട്ട്? നിങ്ങൾ പാലക്കാട്? നിങ്ങൾ എത്താൻ വൈകില്ല. ഓക്കെ, ഇന്നലെ എത്തി രാവിലെ മുതൽ ആളുകൾ. ഓക്കെ JRCM സാർ, JRCM നമ്മളിനി കാണാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് വന്ന 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഹാളാണ്. ആണെങ്കിൽ ഒരു സംശയം വേണ്ട, 3 വർഷം കഴിഞ്ഞ് ബിൽവാരയിലേക്ക് വരുന്നത് ഇതുപോലുള്ളൊരു സംശയം. കേരളത്തിലെ കോലീഡേഴ്സിന്റെ മീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ, കേരളം മാത്രമല്ല തമിഴ്നാട് അടക്കം നമ്മുടെ ടീം എല്ലാവരും ഇവിടെ ഉണ്ട്. സൗത്ത് ഇന്ത്യയുടെ കോലീഡേഴ്സ് മീറ്റിംഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾ റെഡി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും. അതിന് തക്കതായ, അതിന് താല്പര്യമുള്ള അത്രയും കോലീഡർമാർ ഇവിടെ ഉണ്ടാവുന്നത് എനിക്ക് ഉറപ്പാണ്. നിങ്ങളായിരിക്കണം അതിന്റെ മുൻനിരയിലുള്ള തീരുമാനം എടുക്കേണ്ടത്. ആരാ? നിങ്ങൾ തന്നെ ആയിരിക്കണം. ഇന്നത്തെ ഈ നമുക്കറിയാം, 2 ദിവസം മുമ്പ് നമ്മൾ ദുരിയെ സന്ദർശിച്ചു. അന്ന് നമ്മളോട് ഡോക്ടർ ശർമാജി പറഞ്ഞൊരു കാര്യം, RCM ത്രൂ വരുന്ന ഹെൽത്ത് കാർഡ് ആയതുകൊണ്ട് ഒരു വണ്ടർ, ഒരു അത്ഭുതമാണ് കേരളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാമാറൈസിനോൾ എന്ന് പറയുന്ന ഹെൽത്ത് കാർഡിന്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് കൊണ്ട് കേരളം ഒരു വണ്ടർ, ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, RCMനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെഗ്മെന്റുകളും നമ്മൾ ഒട്ടും മോശത്തിലല്ല, പലതിലും നമ്മൾ നമ്പർ 1 ആണ്. വേണമെന്ന് വിചാരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സെഗ്മെന്റിലും കേരളം നമ്പർ 1 ആക്കാം. അത് പിക്കപ്പ് സെന്ററിലാവട്ടെ, വണ്ടർവേൾഡ് കുക്കിലാവട്ടെ, വണ്ടർവേൾഡിലാവട്ടെ, വണ്ടർവേൾഡ് പ്രൈം ആവട്ടെ, പുതുതായിട്ട് ഓപ്പൺ ചെയ്യുക ഏത് സംവിധാനത്തിലും നമുക്ക് നമ്പർ 1 ആയി മാറാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതൊരു സാധാരണക്കാരൻ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ എന്താ പറയാ പ്രസംഗ പാഠമോ ഒന്നും RCMന്റെ വിഷയമല്ല. നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ RCMന്റെ കോലീഡർ ആയിരിക്കും. എല്ലാവർക്കും ഞാൻ കൂടുതൽ നേടുന്നില്ല. നിങ്ങൾ എല്ലാവരും ഒരു കോലീഡറായിട്ട് വരുന്ന 3 വർഷം കഴിയുമ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ആസ് എ കോലീഡർ എന്നുള്ള എനിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്യാം. Thank you so much. Actually, സുജിത് സാറിന് ഇത്രയും സംസാരിച്ചാൽ പോരാ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിന്. കേൾക്കാൻ നമ്മൾ റെഡിയാണ്, പക്ഷെ നമുക്ക് ഷെഡ്യൂൾ ഒരുപാട് ഉള്ളത് കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ DG സാർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക്
ഒരല്പം ഷോർട്ടായിട്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് നമുക്ക് തീർക്കേണ്ടി വന്നു. സോ ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസിനസ് നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. സോ എങ്ങനെയാണ് RCM ബിസിനസ്സിനകത്ത് ഓരോ പ്രൊഡക്റ്റും ഉപയോഗിച്ച് കഴിഞ്ഞാലും ആരോഗ്യം കിട്ടുന്നത് പലതരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു റിയൽ ഡോക്ടർ സംസാരിച്ച് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടില്ല. ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, ബട്ട് ഒരുപാട് പേര് കേട്ടിട്ടില്ല. സോ അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സഫേദ് സിയാറൻ മൂർത്തി സാറിന്റെ മകനും ഭാവി ഡയമണ്ടുമായിട്ടുള്ള ഹരി സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ആർദ്രമായി സ്വീകരിക്കുകയാണ്. വെൽക്കം ഡോക്ടർ ഹരി ഫോർ എ സ്മോൾ പ്രസന്റേഷൻ ഓൺ ഹെൽത്ത് ഇൻ RCM ബിസിനസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ സ്വന്തം തറവാടിലെത്തി അല്ലേ? എത്തിയോ? നമ്മുടെ സ്വന്തം തറവാട് നമുക്ക് എന്നും അപ്പോ വളരെയധികം സന്തോഷം. ഇതുപോലൊരു അവസരം എനിക്ക് ഞാൻ പോലും വിചാരിക്കാതെയാണ് എനിക്ക് കിട്ടിയത്. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ എന്നെ അറിയാത്തവർക്ക് വേണ്ടി, എന്റെ പേര് ഹരിശങ്കർ, സഫായർ മൂർത്തി സാറിന്റെയും അഖില മാഡത്തിന്റെയും മകനാണ്. ഒരു MBBS ഡോക്ടറും കൂടിയാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാനോ വേറെ PhD പഠിക്കാനോ പോകുന്നില്ല. ഈ ഒരു തീരുമാനം എടുക്കാൻ എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മോട്ടിവേഷൻ തന്നത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. കാരണം ഞാൻ അവരുടെ ലൈഫ് കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ. എല്ലാവരും എഴുതിയിരിക്കുക, നമ്മുടെ TC ചെയ്ത നമ്മള് വേദിയിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അപ്പോ എന്ന് ശരിക്കും പറഞ്ഞ എന്റെ വാക്കുകൾക്കല്ല, ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാൻ മാത്രം, ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് സന്ദേശം തരാൻ മാത്രം. അപ്പൊ അങ്ങനെ എന്റെ ഈ ഒരു സിസ്റ്റത്തിലോട്ട് എനിക്ക് വരാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നത് എന്റെ അച്ഛനമ്മയും മാത്രമാണ്. കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ, അവര് കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് എനിക്ക് വരാൻ വന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് ധാരാളം ഫാമിലികൾ വന്നിട്ടുണ്ട്, ധാരാളം ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളൊരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ